അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലുള്ള അടുക്കളത്തോട്ടത്തിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് പാർട്ടായി ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇതിലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രകൃതിയെയും പച്ചപ്പിനെയും സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിലുള്ള ഓൾ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇതിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് ഇത് മധുരക്കിഴങ്ങാണ്. അതായത് മധുരക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ് എന്നീ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിന്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഏറെ സഹായിക്കുന്നുണ്ട്. ഇതൊരു റൂട്ട് പച്ചക്കറിയാണ്. മധുരക്കിഴങ്ങിൻ്റെ ശാസ്ത്രീയ നാമം ഇപ്പോമോയ ബറ്റാറ്റസ് എന്നാണ്. വൈറ്റമിൻ എയുടെ മികച്ച ഉറവിടം കൂടിയാണ് നമ്മുടെ മധുരക്കിഴങ്ങ്. അതുപോലെ തന്നെ പൊട്ടാസ്യം, സോഡിയം, കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബേഴ്സ് ഇവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു. നമ്മളിത് നട്ടിരിക്കുന്നത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഈ വിളയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നടീൽ വസ്തു എന്ന് പറയുന്നത് വള്ളികളും കിഴങ്ങുമാണ് ഇതിൻ്റെ നടീൽ വസ്തു. ഇത് നമ്മൾ കൃഷി ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ മഴയെ ആശ്രയിച്ചും, ഒക്ടോബർ, നവംബർ, ഫെബ്രുവരി ആ ടൈം എന്ന് പറയുന്നത് നനച്ചും നമുക്കിത് കൃഷി ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ടുള്ളത് ഇത് കാച്ചിലാണ്. ഏറെ പോഷകസമ്പന്നമായ വിളയാണ് കാച്ചിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇതിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്സ്, നാരുകൾ, വൈറ്റമിനുകൾ, മറ്റു ധാതുലവണങ്ങൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങളിപ്പോൾ ഇവിടെ നട്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായി പടർന്ന് മേലയോളം എത്തിയിട്ടുണ്ട്. ഇതുപോലെ കുറേ കായകളൊക്കെ ആയിട്ടുണ്ട്. മേലെയൊക്കെ നന്നായിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. വൈറ്റമിൻ സിയുടെ നല്ല ഉറവിടമായ കാച്ചിലിനെ വലിയ ചേന എന്നും വിളിക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇത് മുള്ളൻ ചക്കയുടെ ചെടിയാണ് കേട്ടോ, മരമാണ്. മുള്ളൻ ചക്ക, മുള്ളാത്ത, സോഴ്സോ പ്ലാന്റ്, ഗ്രാവിയോള പ്ലാന്റ് ഇങ്ങനെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. രുചികരമായ സ്വാദും ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് പ്രചാരമുള്ള ഒരു പഴമാണ് മുള്ളൻ ചക്ക. ഇത് വളരെ പോഷക സാന്ദ്രത കൂടിയതും വളരെ കുറച്ച് കലോറിയും നല്ല അളവിൽ ഫൈബറും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. പച്ച നിറത്തിലും പുറമെ മുള്ളുകളോട് കൂടിയിട്ടുള്ള ഒരു ഓവൽ ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ പഴം ആ രീതിയിലാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ഫോട്ടോ ആണ് ഞാനിവിടെ തന്നിട്ടുള്ളത് കേട്ടോ. അതായത് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ചെറിയ പഴമായിട്ടാണുള്ളത്. അപ്പോൾ ഇലകൾക്കിടയിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുമ്പോഴേ കറക്റ്റായിട്ട് അതിൻ്റെ പിക്ചർ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ആണ് ഞങ്ങൾക്ക് ഇട്ടിട്ടുള്ളത്. ഇത് ശരിക്കും നല്ല പാകമായി വന്നു കഴിഞ്ഞാൽ ഇതിന് മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അധികം ചൂടും അധികം തണുപ്പുമില്ലാത്ത അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ളൊരു കാലാവസ്ഥയിൽ വളരുന്ന ഒരു മരമാണ് ഈ മുള്ളാത്തയുടേത്. വളരെയധികം വൈറ്റമിൻ സിയും അതുപോലെ തന്നെ പൊട്ടാസ്യം, മാഗ്നീഷ്യം, സിങ്ക് പോലുള്ള മിനറൽസും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏകദേശം 20ഓളം ഫൈറ്റോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിയും ഫൈറ്റോ ന്യൂട്രിയൻസും കൂടി വരുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഏറെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾക്കിതിപ്പോൾ ഒരു 2-3 മരമുണ്ട് ഇതിൻ്റേത്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഇത് അടുക്കള ചീരയുടേതാണ്. അടുക്കള ചീര, വേലിച്ചീര, മലായി ചീര, മധുരച്ചീര, മൈസൂർ ചീര എന്നീ പല പേരുകളിലും ഈ ചീര അറിയപ്പെടാറുണ്ട്. കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ചെടിയാണിത്. ഇതിനെ വേനലിൽ ചെറുക്കാനും നല്ല കഴിവുണ്ട് കേട്ടോ. ആയതിനാൽ ഇതിൻ്റെ ഒരു കമ്പ് കുത്തിയാൽ പോലും നന്നായി വളർന്നു കിട്ടും. നമുക്ക് ഇതിൻ്റെ തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാം, നല്ല രുചിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് നല്ല പൂവൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിനൊരു കായുണ്ട്, ഒരു പിങ്ക് കളറിലാണ് ആ കായ ഉണ്ടാവുക. ഇതിൻ്റെ ലീഫാണ് നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിക്കേണ്ടത്. പക്ഷേ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. ഇത് നന്നായിട്ട് വേവിച്ചിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. അതായത് ഇത് അധികം വേവിക്കാതെ കഴിക്കുന്നതാണെങ്കിൽ വരണ്ട ചുമക്ക് കാരണമാകും, അതുപോലെ തന്നെ ശ്വാസതടസ്സത്തിന് കാരണമാകും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നന്നായിട്ട് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നല്ല പോഷക സമ്പന്നമായ ഒരു ചീരയാണിത്.
അത്ര വലിയ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു കമ്പ് കുത്തി വെച്ചാൽ മതി, അത് നന്നായി ഉണ്ടായിക്കോളും. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇത് നമ്മുടെ ചെറുനാരങ്ങയില്ലേ അതിൻ്റെ ചെടിയാണ്, അതായത് ലെമണില്ലേ ലെമണിൻ്റെ ചെടിയാണ്. ഇതിൻ്റെ 2-3 ചെടി ഇവിടെ ഉണ്ട്, പക്ഷേ ഇതുവരെ ഇതിൽ നാരങ്ങയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ആ ലീഫ് നമ്മളൊന്ന് മണത്ത് നോക്കിയാൽ ശരിക്കും ആ നാരങ്ങയുടെ അതേ സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് കണ്ടുകൊണ്ട് ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഇത് സപ്പോട്ട, നമ്മുടെ വീട്ടിലെ സപ്പോട്ട മരമാണ്. ഇതിൽ നിറയെ സപ്പോട്ടയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഇപ്പം വീണ്ടും ആയി വരുന്നുണ്ട്. സാധാരണ എല്ലാ വീടുകളിലും സപ്പോട്ട മരമൊക്കെ എന്തായാലും ഉണ്ടാവും അല്ലേ. ഇപ്പം ഓരോന്നേ ആയി വരുന്നുണ്ട് ഇതിൽ. ഈ സപ്പോട്ടേൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു മുരിങ്ങേൻ്റെ ഒരു മരം കണ്ടു, പക്ഷെ അത് നീണ്ടങ്ങ് മേലിലേക്ക് പോയിട്ടുള്ളത്. പക്ഷെ അത് എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇത് വഴുതനങ്ങയാണ്, വഴുതനങ്ങൻ്റെ ചെടിയാണ്. ഇതിപ്പം നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ കൃഷി കുറച്ചുണ്ട്. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വഴുതനങ്ങ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. വഴുതനങ്ങ സ്ഥിരമായി കഴിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ ഏറെ സഹായിക്കുന്നുണ്ട്. കൂടാതെ രക്തസമ്മർദ്ദത്തിൻ്റെ തോത് സാധാരണ നിലയിൽ നിലനിർത്താനും ഇത് ഏറെ സഹായിക്കും. അപ്പം എല്ലാവരും ഇത് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. മികച്ച ഓർമ്മശേഷി നിലനിർത്താനും വഴുതനങ്ങ ഏറെ സഹായിക്കുമെന്ന് പറയാറുണ്ട്. ഒരുപാട് വഴുതനങ്ങ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. വാഴയാണ്, ഇത് നേന്ത്രവാഴയാണ് കേട്ടോ. ഇതിന് പഴമായിട്ടുണ്ട്. ഇനി മറ്റൊന്നും കൂടിയുണ്ട്, അതാണിത്. ഇവിടെ നേന്ത്രവാഴ, പിന്നെ പൂവൻ പഴം, പിന്നെ അതുപോലെ തന്നെ റോബസ്റ്റ, ഇതിൻ്റെയൊക്കെ വാഴയുണ്ട്. അപ്പോൾ അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ വാഴയും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവരുടെ വീട്ടിലും വാഴയൊക്കെ ഉണ്ടാകും. ഇനി ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഞങ്ങളിതൊരു നല്ലൊരു ഗ്രാമമാണ് കേട്ടോ, പ്രകൃതി സുന്ദരമായ നല്ലൊരു ഗ്രാമമാണ്. അപ്പോൾ നമ്മൾ ഈ നാടിനെ പറ്റിയിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.